ഹജ്ജ് യാത്രയ്ക്ക് കോഴിക്കോട് നിന്നുള്ള ഉയർന്ന വിമാന നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ ഇടപെടാനാകില്ലെന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഹാരിസ് ബീരാൻ MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓരോ വർഷവും യാത്രയുമായി ബന്ധപ്പെട്ട ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെൻഡർ ക്ഷണിക്കാറുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർ സമർപ്പിക്കുന്ന ഏറ്റവും കുറവ് ടെൻഡറാണ് പരിഗണിക്കുക. ഇത്തവണത്തെ കരിപ്പൂരിലെ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക പറഞ്ഞത് എയർ ഇന്ത്യയാണെന്നും ഇതിൽ ഇടപെടാനാകില്ലെന്നുമാണ് ഹാരിസ് ബീരാൻ MPക്ക് നൽകിയ മറുപടിയിൽ വ്യോമയാന മന്ത്രാലയം പറഞ്ഞത്. കേൾക്കാം. കോഴിക്കോട് നിന്ന് ഹജ്ജിന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിമാന നിരക്ക് വലിയ രീതിയിൽ ഉയർന്ന സാഹചര്യത്തിൽ അതിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹാരിസ് ബീരാൻ MP വ്യോമയാന മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിന് മറുപടിയായി പറയുന്നത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ MP നമ്മളോട് ചേരുന്നുണ്ട്. എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ മറുപടി ആദ്യം കാണുന്നത്? കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രികളിൽ വളരെയധികം കുറവ് വരുന്നുണ്ട്. അതാണ് ഒരു കാരണമായിട്ട് അവർ പറയുന്നത്. ആ വിമാനയാത്രക്കൂലി കുറക്കാൻ പറ്റാത്തതിന്റെ കാരണമായിട്ട് പറയുന്നത്. പെർമനന്റ് ആയിട്ട് ഹജ്ജ് ഹൗസ് സംവിധാനം ഉണ്ടായിട്ട് പോലും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഹാജിമാരെ യാത്രയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കേന്ദ്രം തള്ളിവിടുകയാണ്. കാരണം 40,000 രൂപയാണ് കോഴിക്കോട് നിന്ന് പോകുന്ന ആളുകൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അതായത് കണ്ണൂരും നെടുമ്പാശ്ശേരിയും വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ആളുകൾ ചൂസ് ചെയ്യുന്നത് പോലും ഒരുപക്ഷെ കോഴിക്കോട് വേണ്ട, ഇനിയിപ്പോൾ 40,000 രൂപ കുറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാകാം എന്നുള്ളൊരു ധാരണ ആളുകളുടെ മനസ്സിലുണ്ടാകാം. അതിനകത്ത് ഇപ്പോൾ കേന്ദ്രം എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ടേബിൾ ടോപ്പ് റൺവേ ആണെന്നും അതേപോലെ തന്നെ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നത് എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ന്യായങ്ങളൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിധത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ന്യായങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബിഡ് വെച്ചിരുന്നു. ആ ബിഡിൽ വന്ന ഏറ്റവും കുറയാണ് ഞങ്ങൾ സ്വീകരിച്ചെന്ന് പറയുന്നു. പക്ഷേ ആ ബിഡിൽ എയർ ഇന്ത്യ മാത്രമേ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഒരു ഒത്തുകളി എവിടെയെങ്കിലും ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. മാത്രവുമല്ല ആളുകളുടെ എണ്ണം കുറയുകയാണെന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായിട്ട് കോഴിക്കോടിനെ ഇനി തുടരാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു ഗൂഢലക്ഷ്യമാണ് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ തവണയും സംസ്ഥാന സർക്കാരിന്റെ ഇളവ് വന്നു. ഇത്തവണയും അങ്ങനെ ഒരു ഇളവിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ വളരെ രൂക്ഷമായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയത്ത് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടോ? പാണക്കാട് തങ്ങൾ തന്നെ നമ്മൾ നിർദ്ദേശിച്ചു, ഇതിനകത്ത് എന്തെങ്കിലും ഇളവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് കൂടി ഇതിനെ നമ്മൾ നേരിടണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും കോടതിയിൽ തന്നെ പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുകൂല നിലപാടുണ്ടായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിൽ നിന്നുള്ള അനുകൂല വിധി സമ്പാദിക്കാം എന്നുള്ള പ്രതീക്ഷയിലുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പരാമ്പറയ്ക്കൊപ്പം ജോയ്സ് ഡാനിയൽ, റിപ്പോർട്ടർ, ദില്ലി. ഓക്കെ, എന്തായാലും ഹജ്ജിൻ്റെ കാര്യത്തിൽ യാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിമാന കമ്പനികൾ ഇതൊക്കെ വലിയ അവസരമായിട്ടാണ് എടുക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ഈ പരിപാടി ദയവ് ചെയ്ത് വിമാന കമ്പനികൾ അവസാനിപ്പിക്കണം. കരിപ്പൂരിൽ നിന്നുള്ള വിമാനയാത്രയ്ക്ക് വലിയ നികുതി, അതും ഇരട്ടിയിലധികം തുകയൊക്കെയാണെന്നേ കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ചുമത്താൻ പോകുന്നത് എന്നുള്ളതാണ്. കണ്ണി ചോരയുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കുറച്ചെങ്കിലും ഒരല്പം കാരുണ്യം കാണിച്ചാൽ കുറച്ചുകൂടി ആൾക്കാരൊക്കെ ഹജ്ജിന് പോകുമായിരുന്നു. ഈ സാമ്പത്തിക നിലയില്ലാത്തവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടാണ് ഈ വിമാന കമ്പനികൾ ചെയ്യുന്നത്.